ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 3. രചന ഫൗസിയ നൗഷാദ്. വേഗം കാറ് പാർക്ക് ചെയ്ത് ദർശ് ഇറങ്ങി. ചായ കുടിച്ചുകൊണ്ട് നിന്ന അവൻ നോക്കിയതും ദർശിനെ കണ്ടു. ഓടാനൊരുങ്ങിയതും ദർശ് അവനെ പിടികൂടി കഴിഞ്ഞിരുന്നു. റോഡാണെന്ന് നോക്കാതെ അവൻ്റെ 2 കരണത്തും ആനടിച്ചു. തല്ലല്ലേ സാറേ, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പറയടാ, നീ എന്തിനാടാ അന്ന് എനിക്ക് ഡ്രിങ്ക് കൊണ്ട് തന്നത്? നീ ആരാടാ? ഒക്കെ ഇപ്പോൾ പറഞ്ഞോണം, ദർശ് കോപത്തോടെ പറഞ്ഞു. സാറേ, ഞാനല്ലാതെ ചെയ്തത്. ഏത് ഡ്രിങ്ക്? അഭിനയിക്കുന്നോടാ നായി. സത്യം പറയാൻ നീ ഇവിടെ നിന്ന് ഒരടി നീങ്ങില്ല. ഞാനൊക്കെ പറയാം സാറേ, തല്ലല്ലേ. പറയും. ഒക്കെ ശ്യാം സാറിന് വേണ്ടിയാണ്. നിവർത്തിയില്ലാതെ സമ്മതിച്ചതാ. ശ്യാം എന്ന പേര് കേട്ടതും വിശ്വാസം വരാതെ ദർശ് അവനെ നോക്കി. ശ്യാമോ? അന്ന് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്റ്റാഫാണോ? അതെ സാറേ, പണം കാണിച്ചപ്പോൾ ഞാനതനുസരിച്ച് പോയി. ആ മാഡത്തിൻ്റെയും സാറിൻ്റെയും ഡ്രിങ്കിൽ ലഹരി കലർത്തി. എന്തിനു വേണ്ടി? ശ്യാം എന്തിനു ചെയ്യിപ്പിച്ചു? അതൊന്നും എനിക്കറിയില്ല എൻ്റെ പൊന്നു സാറേ. നിവർത്തിയില്ലാഞ്ഞിട്ടാ ഞാനിത് ചെയ്തത്. വേറെ ഒന്നും എനിക്കറിയില്ല. ശ്യാം സാർ പറഞ്ഞിട്ടാ ഞാൻ കാറ്ററിങ്ങിൽ ചേർന്നതും. ഒക്കെ ഇതിന് വേണ്ടിയാണ്. ശരി, നീ പൊക്കോ. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിന്റെ അവസാനമാണ്. അല്ല സാറേ, സാറിന് എന്നെ വിശ്വസിക്കാം. ദർശ് അവനെ വിട്ടു. തിരികെ കാറിൽ കയറി. അവൻ്റെ മനസ്സിനിടെ സംശയങ്ങളായിരുന്നു. എന്നാലും ശ്യാം എന്തിനിത് ചെയ്യണം? ഒരു ജോലിക്ക് വേണ്ടി ഈ സിറ്റിയിൽ അലഞ്ഞു നടന്ന അവന് ഞാനല്ലേ കമ്പനിയിൽ ജോലി നൽകിയത്. എന്നിട്ട് അവൻ എന്തിനിത് എന്നോട് ചെയ്തു? അവന് ദ്രൗപദിയെ അറിയുമായിരിക്കുമോ? ഒട്ടനേകം ചിന്തകളുമായി അവൻ കമ്പനിയിലെത്തി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. 2 ദിവസത്തിന് ശേഷം അവനെ കണ്ടതും എല്ലാവരും അവനെ വിഷ് ചെയ്തു. ഒഫീഷ്യൽ ലുക്കിൽ നെഞ്ചും വിരിച്ച് സുന്ദരനായി വരുന്ന ആ കുഞ്ഞിക്കണ്ണുകളുള്ളവനെ അവിടുള്ള പെൺകുട്ടികൾ രഹസ്യമായി ആരാധിച്ചു പോരുന്നു. എങ്കിലും ദർശ് ഒരിക്കലും പരിധി വിട്ട് ആരോടും അടുത്തില്ല. അന്ന് ശ്യാം വന്നിട്ടുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ ദർശ് ആഷിഖിനെ ക്യാബിനിലേക്ക് വിളിച്ചു. ശ്യാം എവിടെ? അവനിന്ന് ലീവാണ് ദേവാ. ആരോട് ചോദിച്ചിട്ട്? അവനിപ്പോൾ ലീവ് എന്തിനാ കൊടുത്തത്? അവൻ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ, ആഷി പറഞ്ഞു. ഷിറ്റ്, നീ എന്ത് പണി ആഷി കാണിച്ചത്? അവൻ തലയിൽ കൈവച്ചു. എന്താടാ, എന്താ കാര്യം? ഇന്ന് ഞാൻ ആ കാറ്ററിംഗ് ബോയെ കണ്ടു. എന്നിട്ട്? ആഷി ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ ശ്യാമിൻ്റെ പേരാണ് പറഞ്ഞത്. ശ്യാം പറഞ്ഞിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തതെന്ന്. വാട്ട്? ശ്യാമോ? അവനെന്തിനിത് ചെയ്യണം? അവന് നിന്നോട് എന്ത് പകയാ ഉള്ളത്? അതാണ് എനിക്കും അറിയേണ്ടത്. ജോലിയിൽ അവൻ ഇടയ്ക്ക് അശ്രദ്ധ കാണിക്കുമ്പോൾ അവന് ഞാൻ വല്ലാതെ ശകാരിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വഴിയുണ്ട് ദേവ. നീ ദ്രൗപദിയെ കാണണം. അവളെ പരിചയമില്ലാതിരിക്കില്ല ശ്യാമിന്. വ്യക്തമായി അവളെ അറിയുന്ന വ്യക്തിയാണ് ശ്യാം. അല്ലാതെ അവനിത് ചെയ്യില്ല. ഞാൻ കാണാനോ? ഇപ്പം തന്നെ അവക്കെന്നെ കാണുന്നതേ വെറുപ്പാ. അതൊക്കെ മാറിക്കോളും. ഇപ്പോൾ ഇതിനൊരു പരിഹാരം കാണട്ടെ. നീ അവളോട് ഇന്ന് തന്നെ സംസാരിക്കണം. മടിയോടെ ദർശ് അതിന് സമ്മതിച്ചു. ദ്രൗപദി അന്നത്തെ ജോലി ക്ഷീണത്തിൻ്റെ ആലസ്യത്തിൽ ബെഡിലേക്ക് വീണു. അവളുടെ മനസ്സ് 2 ദിവസമായി വല്ലാതെ അസ്വസ്ഥമായിരുന്നു. കാരണം മറ്റാരുമല്ല, ദർശ് തന്നെ. അവനെ ആദ്യം കാണുന്നത് തന്നെ ആ ക്ഷേത്രനടയിൽ വെച്ചാണ്. കൃഷ്ണന്റെ മുന്നിൽ വെച്ച് അവനെ ആദ്യമായി കണ്ടു. പിന്നീട് അവനെ കാണുന്നത് ആ സാമൂഹിക വിവാഹത്തിലാണ്. പാവങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു സംഗമം. അന്ന് അവൾ അവിടെ എത്തിയിരുന്നു. അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ സമൂഹ വിവാഹം നടത്തി കൊടുക്കുന്നത് ദർശ് മഹാദേവാണെന്ന്. അവൻ്റെ ചിലവിലാണ് അവർക്കൊരു ജീവിതം ലഭിക്കുന്നതെന്ന്. വേദിയിൽ ദർശ് ഇരിക്കുന്നുണ്ടായിരുന്നു. ദർശിനെ പുകഴ്ത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു കൊണ്ടിരുന്നു. അവനാണെങ്കിൽ താല്പര്യമില്ലാത്ത മട്ടിൽ ഒരു പുഞ്ചിരിയോടെയിരുന്നു. ഇന്ന് 50 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന ദർശ് മഹാദേവ്. അറിയപ്പെടുന്ന കമ്പനിയുടെ മേൽനോട്ടം വഹിക്കുന്ന ദർശ് സാർ എന്നും പാവങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഒരിക്കലും പണമുള്ളതിൻ്റെ അഹങ്കാരം അദ്ദേഹം കാണിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാക്കുകൾ കേട്ടതും അവൾക്ക് അന്ന് അമ്പലത്തിൽ മുന്നിൽ നടന്ന കാര്യം ഓർമ്മ വന്നു. അവൾ ചാടി എഴുന്നേറ്റു. ഇതൊക്കെ പറയാൻ ദർശ് മഹാദേവ് സാർ ആയിരിക്കും താങ്കൾക്ക് പണം നൽകിയത്. ദ്രൗപദിയുടെ സ്വരമുയർന്നതും ദർശ് ഞെട്ടി അവളെ നോക്കി. അവിടെ കൂടിയ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേരെ നീണ്ടു. പറയണം മിസ്റ്റർ, ഒരാളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമയ്ക്കരുത്. ഈ മാന്യൻ്റെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം. പാവപ്പെട്ടവരുടെ വേദനയും ദുഃഖവും ഇയാൾക്കറിയില്ല. പണം, അതാണ് ഇയാൾക്കെല്ലാം. അതുണ്ടെങ്കിൽ ആളുകളെ വിലയ്ക്ക് വാങ്ങാമെന്ന വിചാരം. അവൾ പുച്ഛത്തോടെ പറഞ്ഞതും ദർശ് എഴുന്നേറ്റു. കുട്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. സാറിനെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ ഞങ്ങളാരും കേട്ട് നിന്നെന്ന് വരില്ല. ഞങ്ങൾക്ക് ഈശ്വര തുല്യനാ സാറ്, അവിടെ നിന്നൊരു മുത്തശ്ശി പറഞ്ഞു.
അതൊക്കെ വെറുതെയാ മുത്തശ്ശി. പാവപ്പെട്ടവരുടെ അന്നത്തിൽ വെള്ളം തട്ടിത്തെറിപ്പിച്ചിട്ട് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാൻ പോയ ഇയാളുടെ ജനപ്രീതി പിടിച്ചു പറ്റാനുള്ള അടവാണിതൊക്കെ. അവൾ പറഞ്ഞത് ഒരക്ഷരം മിണ്ടാതെ ദർശ് കേട്ടുകൊണ്ട് നിന്നു. 2-3 പേര് അവളുടെ നേരെ വന്നു. കുട്ടി, ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം, അതോ ഞങ്ങൾ ഇറക്കി വിടണോ? ഞങ്ങളുടെ സാറിനെ അപമാനിച്ച ഞങ്ങളെ കേട്ട് നിന്നെന്ന് വരില്ല, ഇറങ്ങണം, പരുഷമായി കൂടി നിന്ന പുരുഷന്മാർ പറഞ്ഞു. അവിടെ കൂടി നിന്ന ജനങ്ങൾ അവളെ നോക്കി പിറുപിറുത്തു. പുച്ഛത്തോടെ ദ്രൗപദി അവിടെ നിന്നിറങ്ങി. പോവാൻ നേരം അവളുടെ മനസ്സ് നിറയെ ദർശിനോടുള്ള വെറുപ്പായിരുന്നു. ദർശാവട്ടെ അടിയേറ്റതുപോലെ നിന്നുപോയി. ക്ഷമിക്കണം സാറേ, ഓരോ അഹങ്കാരികൾ കയറി വന്നോളും. അവൾക്ക് സാറിനെക്കുറിച്ച് എന്തറിയാം? പോട്ടെ, സാർ ഇരിക്കൂ. ആത്മക്ഷേതം ഏറ്റതുപോലെ അവൻ അവിടെ ഇരുന്നു. എവിടെ നിന്നോ വന്ന ഒരു പെണ്ണ് തന്നെക്കുറിച്ച് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അപവാദം പറഞ്ഞിരിക്കുന്നു. അവൾ കണ്ടതല്ല ദർശ്. അന്നാ മാനസികാവസ്ഥയിൽ അവളോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു. പക്ഷേ ഒരിക്കലും പാവപ്പെട്ടവരുടെ കണ്ണീര് കണ്ട് ആനന്ദിച്ചിട്ടില്ല. ആശുപത്രിയിൽ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി താൻ വിശ്വസിക്കുന്ന ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കാൻ വരുമ്പോഴാണ് അങ്ങനെ അന്നുണ്ടായത്. പക്ഷെ അതൊന്നും അവൾക്കറിയില്ലല്ലോ. ദ്രൗപദി ഓരോന്നോർത്ത് മയങ്ങിപ്പോയി. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. അവൾ ഞെട്ടി എഴുന്നേറ്റു. ഇതാരാ ഇപ്പോൾ? അവൾ വാതിലിനടുത്തേക്ക് നീങ്ങി. വാതിൽ തുറന്നതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ തറഞ്ഞു നിന്നുപോയി. ദർശ്! അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എന്താ, നിങ്ങളെന്താ ഇവിടെ? അവൾ പരുഷമായി തന്നെ ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായി തന്നോടൊരു കാര്യം പറയാനുണ്ടടോ. ഇത് നിങ്ങളുടെ അടവായിരിക്കും. അല്ല ദ്രൗപദി, നമ്മളോട് ആ ചതി ചെയ്ത ആളെ ഞാൻ കണ്ടെത്തി. അതിനെപ്പറ്റി സംസാരിക്കാനാണ്. അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അത്ര നേരം വാതിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവൾ അവിടെ നിന്ന് മാറി. അകത്തേക്ക് വരൂ. ദർശ് അകത്തേക്ക് കയറി. ഇരിക്കും. അവൻ ചുറ്റും കണ്ണോടിച്ചു. വൃത്തിയുള്ള ഹോൾ, എല്ലാം ചിട്ടയോടെ അടുക്കി വെച്ചേക്കുന്നു. ഇനി പറയൂ, ആരാണ്, എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്? ദർശ് ഫോൺ ഓണാക്കി ഒരു ഫോട്ടോ അവളെ കാണിച്ചു. ആ ഫോട്ടോയിലെ യുവാവിനെ കണ്ട് അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. ശ്യാം? ഇവൻ എങ്ങനെ? അവൾ ഉറക്കെ പറഞ്ഞു. അതെ, ശ്യാം. തനിക്കറിയോ ഇവനെ? അതെ, അറിയാം. എന്നെ വിടാതെ പിന്തുടരുന്ന ചെന്നായാണ് ഇവൻ മനഃപൂർവ്വം എന്നെ കുടുക്കിയതാ. അതും പറഞ്ഞ് അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. പെട്ടെന്ന് എന്ത് വേണമെന്നറിയാതെ ദർശ് തരിച്ചിരുന്നു പോയി. എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും അവൻ അവളോട് ചോദിച്ചില്ല. അവൻ്റെ കരങ്ങൾ യാദൃച്ഛികമായി ചലിച്ചു. എന്താണ് ചെയ്യുന്നതെന്ന് അവന് ബോധ്യമുണ്ടായില്ല. കരയുന്ന അവളുടെ മുഖത്ത് നിന്ന് കൈ മെല്ലെ മാറ്റി. ചുവന്നു തുടത്ത ആ മുഖത്ത് നിന്ന് കണ്ണീർ കണങ്ങൾ അവൻ തുടച്ചു നീക്കി. പെട്ടെന്ന് അവൾക്ക് ബോധമുണർന്നു. അവൾ കൈ തട്ടി മാറ്റി. ദർശന് മനസ്സിലായി താൻ എന്താ ചെയ്തതെന്ന്. ഐ ആം സോറി, താനിങ്ങനെ കരയല്ലേ. ശ്യാം നാട്ടിലേക്കെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. തനിക്ക് എങ്ങനെ ഇവനെ പരിചയം? എല്ലാം പറയും, നമുക്ക് പരിഹാരം കാണാം, ദർശ് ചോദിച്ചു. എൻ്റെ ബന്ധുവാണ് ശ്യാം, എൻ്റെ ജ്യേഷ്ഠൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ തേടിയാണ് അവൻ ഇവിടെ വന്നത്. ഞാൻ അവനെ പേടിച്ചാണ് ഒഴിഞ്ഞു മാറി നടന്നത്. ജ്യേഷ്ഠനോ? ഒരു സഹോദരന് പെങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ കഴിയുമോ? അവനപ്പോൾ പോയേക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്കല്ലേ? അവനെൻ്റെ സ്റ്റാഫാണ്. ദർശ് അത്ഭുതത്തോടെ ചോദിച്ചു. അതെ ദർശ്, എൻ്റെ ജീവിതം തന്നെ വലിയൊരു കഥയാണ്. ആരുടെയൊക്കെയോ വലിയ മനസ്സ് കാരണമാണ് ഇന്ന് ഞാനിങ്ങനെ ജീവിക്കുന്നത് തന്നെ. എനിക്ക് ചുറ്റും കഴുകൻ കണ്ണുകളാണ്. എനിവേ സോറി, ഞാൻ തന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. എന്നോടുള്ള പക തീർക്കാനാവുമെന്ന് കരുതി. ഐ ആം റിയലി സോറി. ശ്യാമിന് നേടാൻ കഴിയാത്ത എൻ്റെ ചാരിത്രം തന്നിലൂടെ അവൻ അപഹരിച്ചു. നഷ്ടം എൻ്റേത് മാത്രമാണ്. പക്ഷേ ഒരിക്കലും അക്കാര്യം പറഞ്ഞ് ഞാൻ തനിക്കൊരു ബുദ്ധിമുട്ടാവില്ല. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൻ്റെ ഹൃദയം പിടഞ്ഞു. ഇന്നുവരെ ഒരു പെണ്ണിനു മുന്നിലും ദർശ് ആകർഷനായിട്ടില്ല. ആരുടെയും വികാരങ്ങൾ അവനെ പിടിച്ചു കുലുക്കിയിട്ടില്ല. പക്ഷേ ഇവൾ മനസ്സുകൊണ്ടൊന്നായില്ലെങ്കിലും ശരീരം കൊണ്ട് ഞങ്ങൾ ഒന്നായതാണ്. അതുവരെ തോന്നാത്ത എന്തോ ഒരടുപ്പം അവൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ അവനത് പ്രകടമാക്കിയില്ല. അല്ല ദ്രൗപദി, നമ്മൾ രണ്ടാളും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒന്നല്ല ഇത്. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പിന്നെ തൻ്റെ കുടുംബമൊക്കെ എവിടെയാടോ? തൻ്റെ അച്ഛൻ, അമ്മ? അവരിൽ നിന്നൊക്കെ രക്ഷ നേടി ഓടി വന്നതാ ഞാൻ. എന്നോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് പറയാം, പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് തീരെ ശരിയല്ല. ഞാൻ പിന്നീടൊരിക്കൽ എല്ലാം തന്നോട് പറയാം. എനിക്ക് ആരുമായി വലിയ ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഇല്ല ഇവിടെ. പക്ഷേ ഒരപേക്ഷയുണ്ട്. ശ്യാമിനെ കാണുകയാണെങ്കിൽ ഞാനിവിടെ ആണെന്ന് ഒരിക്കലും അവനോട് പറയരുതേ. കൈകൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞതും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. ഇല്ലടോ, താൻ പേടിക്കേണ്ട, ഞാൻ ആരോടും പറയില്ല. ശ്യാമിനെ എനിക്ക് കണ്ടെത്താൻ തൻ്റെ സഹായം വേണം. അവനെക്കുറിച്ച് എനിക്കറിയണം, എന്തിനു വേണ്ടിയാണ് അവനിത് ചെയ്തതെന്നും. ഒക്കെ പറയാം ദർശ്. നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ, നമുക്ക് കാണാം. ശരി, ഞാൻ ഇറങ്ങുകയാ. അവൻ അവിടെ നിന്നിറങ്ങി. അവൻ പോയപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. അവൻ ആദ്യമായി വന്നിട്ട് ഒരു ഗ്ലാസ്
ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ. അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ദ്രൗപദി ആരോടും അടുക്കാത്ത ഒരു മര്യാദക്കാരി പെണ്ണ്. അവളുടെ മനസ്സ് മനസ്സിലാവുന്നതേ ഇല്ലല്ലോ. ഒരിക്കൽ പറഞ്ഞു അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്ന്. ഇപ്പോൾ പറയുന്നു എന്നെ ബുദ്ധിമുട്ടിക്കില്ലെന്ന്. വകയിലെ ബന്ധുവാണ് ശ്യാമെങ്കിൽ എന്തിനായിരിക്കും അവൾ അവനെ ഭയക്കുന്നത്? അവർ തമ്മിൽ എന്താണ് ബന്ധം? ദ്രൗപദിയുടെ മാതാപിതാക്കളൊക്കെ എവിടെ? അവൾ തന്നെ ഒരു നിഗൂഢ സത്യമാണ്. വേഗം പിടിതരാത്ത പെണ്ണിൻ്റെ മനസ്സ്. അന്നാ വേദിയിൽ വെച്ച് എന്നെ അപമാനിച്ച് കടന്നുപോയി ദ്രൗപദി. വല്ലാത്ത സങ്കടമായിരുന്നു. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പൊതുവേദിയിൽ ഒരു പെണ്ണ് കാരണം അപമാനിക്കപ്പെട്ടത്. പിന്നീട് അത്തരം ചടങ്ങുകളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുമാറി. അങ്ങനെയിരിക്കെയാണ് കമ്പനിയിൽ പുതിയ സ്റ്റാഫിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ വെച്ചത്. നിരവധി പേർ എത്തിയിരുന്നു. ഇൻ്റർവ്യൂ ബോർഡിൽ ദർശും ആശ്വിക്കും പിന്നെ ആദർശും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോരുത്തരും ഓഫീസ് ഹാളിൽ ടെൻഷനോടെ കാത്തിരുന്നു. തയ്യാറായിട്ടാണ് വന്നതെങ്കിലും അവരുടെ മുഖത്ത് വല്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ദ്രൗപദി ഉണ്ടായിരുന്നു. അവളുടെ ഊഴമെത്തി. വിറയലോടെ അവൾ അകത്തു കയറി. അവിടെ ദർശനെ കണ്ടതും അവൾ അവിടെ തന്നെ മിഴിച്ചു നിന്നു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.